ഗോപികൃഷ്ണൻ, ഞാൻ ലാൽകുമാറിന് വ്യക്തിപരമായി ഒന്നും അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ ശ്രമിച്ചതല്ല. ഞാൻ പറഞ്ഞു വന്നപ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയതായിരിക്കാം. എന്തായാലും ഞാൻ ഉദ്ദേശിച്ചത്, ഇവിടെ കേരളത്തിൽ മാർച്ച് 15 മുതൽ 25 വരെ ഒരു 10 ദിവസം ഞാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പറ്റാവുന്ന രീതിയിൽ യാത്ര നടത്തിയതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്കാണ്. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിന്ന് കാര്യമായിട്ട് മാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ശരിയാണ്. മലപ്പുറത്ത് ഒരു 2% അടുത്ത് ഈ വോട്ട് ഷെയറിലെ വ്യത്യാസം 5% ഒരു 2% അടുത്ത് മലപ്പുറത്ത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഇവിടെ എന്തായാലും ഇന്നിപ്പോൾ ഞാൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയിലെ ഒരു മുതിർന്ന CPM-ൻ്റെ നേതാവിനോട് സംസാരിച്ചിട്ട് അദ്ദേഹം പറയുന്നത് ഇവിടെ 14-ൽ 14 UDF ജയിച്ചാലും അത്ഭുതപ്പെടാനില്ല എറണാകുളം ജില്ലയിൽ. മലപ്പുറത്തിൻ്റെ കാര്യം ഞാൻ മറ്റൊരാളോട് സംസാരിച്ചപ്പോൾ അവിടെ 16-ൽ 16, ഈ 16-ഉം 14 കൂടി കൂടിയാൽ തന്നെ 30 സീറ്റായി. നമ്മൾ ആലോചിക്കണം. അപ്പോൾ അതുപോലെയുള്ള ഒരു ഇലക്ഷനാണ് ഇപ്പോൾ നടന്നിരിക്കുന്നതെന്നാണ് എൻ്റെ ഒബ്ജക്റ്റീവ്ലി തന്നെ ഞാൻ പറയുകയാണ്. എൻ്റെ ധാരണ അങ്ങനെയാണ്. പിന്നെ നേരത്തെ ഞാൻ വസീഫ് പറഞ്ഞൊരു കാര്യത്തെ പിന്തുണയ്ക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞ ഈ മതരാഷ്ട്രവാദികളുടെ കാര്യവും UDF കോൺഗ്രസ് ആയിട്ട് നിലനിൽക്കണം, അല്ലാതെ ഇടതുപക്ഷത്തേക്ക് പോകണ്ട, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അതായത് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഒരു റെയിൻബോ കോalition എന്ന രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ കൂട്ടുപിടിക്കാം. പക്ഷേ അതിനുശേഷം അവർ കോൺഗ്രസ് ആയിട്ട് നിലനിൽക്കുന്നത് തന്നെയാണ് കോൺഗ്രസിന് നല്ലത്. അല്ലാതെ ഈ ജമാഅത്തെ ഇസ്ലാമി പോലെ ഇപ്പോൾ ഇവിടെ വസീഫ് തന്നെ പറഞ്ഞു വേങ്ങരയിൽ ഭയങ്കര ടൈറ്റ് മത്സരമാണെന്ന്. ഞാൻ ആലോചിക്കുകയാണ്, അവിടെ മത്സരിക്കുന്ന ആരൊക്കെയാണ്? KM ഷാജി മതമാണ് പ്രശ്നമെന്ന് പറഞ്ഞ KM ഷാജി, അപ്പുറത്തെ SDPയുടെ സ്ഥാനാർത്ഥിയും LDFിൻ്റെയും സംയുക്ത സ്ഥാനാർത്ഥിയായിട്ടുള്ള സഭ കുണ്ടുകുഴിക്കൽ, കഴിഞ്ഞ തവണ SDPയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് മത്സരിച്ച ആളാണ്. ഇത്തവണ ഇത്തവണ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുമില്ല. അതെ. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന് SDPI പശ്ചാത്തലം, അല്ലെങ്കിൽ ഞാൻ ഈ SDPയുടെ നേതാക്കളോട് സംസാരിച്ചപ്പോൾ അത് അവർക്ക് വളരെ വേണ്ടപ്പെട്ട ആൾ തന്നെയാണ്. ഈ സഭ കൊണ്ടുപോഴിക്കൽ അവരുടെ MK ഫൈസിയും CPA ലത്തീഫും ഒക്കെ പറയുന്നതനുസരിച്ച് അവർക്ക് വേണ്ടപ്പെട്ട ആൾ തന്നെയാണ്. അതുകൊണ്ടാണ് അവരവിടെ വേറെ സ്ഥാനാർത്ഥിയെ നിർത്താത്തത്. അപ്പോൾ ഇവിടെ ഒന്നെങ്കിൽ SDPI LDF സംയുക്ത സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ ജമാഅത്ത് UDFിൻ്റെ സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ BJPയുടെ സ്ഥാനാർത്ഥി. വേങ്ങരയിലെ ആൾക്കാർ നോട്ടയ്ക്ക് വോട്ട് ചെയ്തെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്നാണ്. ഇപ്പോൾ ഷാജിയെ പോലെ ഒരാളൊക്കെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് എനിക്ക് തന്നെ പേടിയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.